ഹലോ, ഇന്ന് ചിക്കനും കിഴങ്ങും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സബോള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വഴറ്റി കൊടുക്കുക. വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അല്പം ചിക്കൻ മസാല, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ചിക്കൻ ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 കിഴങ്ങ് കൂടെ വേവിച്ചുടച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ. ചിക്കനിൽ ആ മസാലയൊക്കെ പിടിച്ച് വരുന്നിടം വരെ ഇളക്കിയതിന് ശേഷം വേണം കിഴങ്ങ് ഇതുപോലെ വേവിച്ചുടച്ചത് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ കിഴങ്ങൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി പലഹാരം റെഡിയാക്കാം. അതിനായിട്ട് ഇതുപോലെ ഓരോ ബൗളായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് എടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ അല്പം ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഓരോ ഉരുള മാവും വെച്ച് പരത്തിയെടുക്കുക. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിൻ്റെ നടുക്കായിട്ട് വെച്ച് ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി അല്പം പൊടിയിട്ട് പരത്തിയെടുക്കുക. ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പരത്തിയെടുക്കണേ. ഒത്തിരി പ്രസ് ചെയ്യാതെ അങ്ങനെ ഇതുപോലെ വട്ടത്തിൽ പരത്തിയെടുക്കാം. കണ്ടില്ലേ? അങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് ഇത്. ഒരെണ്ണം കഴിച്ചാൽ മതി വയറ് നിറയാനായിട്ട്. അങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു ദോശക്കല്ല് ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം ഓരോന്നും ചുട്ടെടുക്കാം. ഒരു ഭാഗം വെന്ത് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേ കളറാകുമ്പോൾ എടുത്ത് മാറ്റാം. അങ്ങനെ ഓരോന്നും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഈ ഒരു കളറായി വരുന്ന സമയത്ത് നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം എടുക്കാം. നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ അടിപൊളിയാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ രാവിലെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും. കണ്ടില്ലേ? അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചിക്കനും കിഴങ്ങൊക്കെ ഫില്ലിങ്സ് ആയിട്ട് വെച്ചിട്ടുള്ള അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.